എല്ലാവർക്കും ചാറ്റ് വിത്ത് ഹാരിയിലേക്ക് സ്വാഗതം. ഡയറികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലെത്തുന്നൊരു മുഖമുണ്ട്. ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അവൾ വളരെ ശക്തമായ ഭാഷയിൽ നമ്മളുടെ മനസ്സിനെ കണ്ണീരണിയിക്കുന്ന ഭാഷയിൽ അവൾ വളരെ വിശദമായിട്ട് തന്നെ തൻ്റെ ഒളിജീവിതത്തെക്കുറിച്ച് തൻ്റെ കിറ്റി എന്ന ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പലർക്കും ഡയറി എഴുതുന്നൊരു ശീലമുണ്ടായിരിക്കും. കിറ്റിയിൽ നിന്ന് ആകൃഷ്ടനായിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ ഡയറിക്ക് ഹാരി പോട്ടർ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. എൻ്റെ ഡയറി ഞാൻ സ്നേഹത്തോടെ ഹാരി എന്ന് വിളിക്കുന്നു. ഹാരി പോട്ടർ നിങ്ങൾക്കറിയാം, വളരെ ലോകപ്രശസ്തനായ ഒരു മജീഷ്യനാണ്. ഹാരിക്ക് ഈക്വലായിട്ടുള്ളൊരു മജീഷ്യൻ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എന്തായാലും നമ്മളുടെ ഇടയിൽ വന്നു പോയിട്ടില്ല. ഒരു നോർമൽ മനുഷ്യനേക്കാൾ എന്നതിലുപരി എനിക്ക് കാര്യങ്ങൾ കൂടുതൽ ഒരു മജീഷ്യനായ കൗമാരക്കാരനായ ആൺകുട്ടിയോട് കൺവേ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഡയറിക്ക് ഞാൻ അങ്ങനെ പേര് കൊടുക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാരി പോട്ടർ എന്ന് പറയുന്ന മജീഷ്യൻ ഒരു കൗമാരക്കാരനായ കുട്ടിയാണ്. അങ്ങനൊരു കഥാപാത്രത്തോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോട് ഞാൻ സംവദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവും, ഓക്കെ, ഞാനും ഒരു കൗമാരക്കാരനായിട്ടുള്ളൊരു ആളാണ് ഇപ്പോഴും എന്നുള്ളൊരു ഫീലിംഗ്. മൂന്നാമത്തേത്, നമ്മൾ മനുഷ്യർ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എച്ച് ഫോർ ഹാരി ആൻഡ് എച്ച് ഫോർ ഹാപ്പിനെസ്. നിങ്ങൾക്കും ഡയറികളുണ്ടാവും. അപ്പം നിങ്ങളുടെ ഡയറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ചാറ്റ് വിത്ത് ഹാരിയിലൂടെ വീണ്ടും കാണാം. ബൈ.